ഒത്തുപിടിച്ചാൽ പച്ചക്കറി വില കുറയ്ക്കാമെന്നൊരു പുതുചൊല്ലുണ്ടാക്കുകയാണ് ആലപ്പുഴക്കാർ. മുറ്റത്തു വിളയുന്ന പച്ചക്കറിയുടെ പവന്മാറ്റി തിരിച്ചറിഞ്ഞ് ജില്ലയിലെ സർക്കാർ ഏജൻസികളും സന്നദ്ധ പ്രസ്ഥാനങ്ങളും മണ്ണിലിറങ്ങിയപ്പോൾ പച്ചക്കറി ഉൽപാദനത്തിൽ 25% വർധനയുണ്ടായത്. ആകെ 29,000 ടൺ പച്ചക്കറി ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ വർഷം വിളവെടുക്കാനായി. കൃഷിയുടെ വിസ്തൃതിയിൽ 15% വർധനയുണ്ടായി എന്നാണ് കണക്ക്. ആലപ്പുഴയിലെ ഈ ജനകീയ പച്ചക്കറി വിപ്ലവം കേരളത്തിന് തന്നെ മാതൃകയാകുന്നത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അതിന് കിട്ടിയ പങ്കാളിത്തം കൊണ്ടും വിപണന സംസ്കരണ മേഖലകളിലെ മുന്നേറ്റം കൊണ്ടുമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പോലീസുകാർ വരെയുള്ളവരെ പങ്കാളികളാക്കാൻ കഴിഞ്ഞതാണ് ആലപ്പുഴയിൽ പച്ചക്കറി കൃഷി ഇത്രയും വർദ്ധിക്കാൻ കാരണമെന്ന് കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ജില്ലയിലെ ചുമതലക്കാരനായ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംകുമാർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടലോരമായിട്ടുള്ള പ്രദേശങ്ങൾ നിലവിലുള്ളത്. ആ കടലോരങ്ങളുടെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ചൊരിമണൽ നിറഞ്ഞ പ്രദേശങ്ങൾ. ഈ ചൊരിമണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൃഷി വകുപ്പിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ ശ്രദ്ധ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പച്ചക്കറി കൃഷി വ്യാപകമാക്കാനുള്ള ഒരു അതിതീവ്രമായ പ്രയത്നത്തിന്റെ ബാക്കിപത്രമാണ്. അവിടെ ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലൂടെ എല്ലാ വീടുകളിലും നമ്മൾ കൃഷി ഇറക്കാനായിട്ടുള്ള പരിപാടിയുമായിട്ട് കൃഷി വകുപ്പ് മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുകയും അതിനുശേഷം സ്കൂളുകളിൽ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് നേടുകയും അതിനുശേഷം കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരെ സംയോജിപ്പിച്ചുകൊണ്ട് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ആ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന കൃഷിയിൽ ഒരു ന്യായമായ ഉൽപ്പാദനം ഉണ്ടായപ്പോൾ അത് വിപണനം ചെയ്യാൻ വേണ്ടി മാർക്കറ്റുകളും എ ഗ്രേഡ് ക്ലസ്റ്റർ മാർക്കറ്റുകളും തുടങ്ങുകയുണ്ടായി. അപ്പം ആ ഉൽപ്പാദനം നമ്മൾ ചൊരിമണലിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഭഗീരഥമായ പ്രയത്നമാണ്. വിത്ത് വിതരണ ചടങ്ങ് മാത്രമായി സ്കൂളിലെ പച്ചക്കറി കൃഷി അവസാനിക്കാതിരിക്കാൻ കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേകം ശ്രദ്ധിച്ചു. വിതരണം ചെയ്യപ്പെടുന്ന തൈകൾ വിദ്യാർത്ഥികൾ വീട്ടിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നുണ്ട് എന്നുറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിനായി സ്കൂളുകളിലെ കൃഷിയുടെ ചുമതലക്കാരായ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത വിത്തുകളും തൈകളും തൊടികളിൽ വളർന്നു വിളയുന്നുവെന്ന് ഉറപ്പാക്കിയതുവഴി അത്രയും അധിക ഉൽപ്പാദനമാണ് ഉറപ്പാക്കാനായത്. വിദ്യാർത്ഥികളുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിന്റെ പ്രാധാന്യം വീടുകൾ തോറും എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പച്ചക്കറി വികസന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു 30% വിളവിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ മാർക്കറ്റുകളിലും അമിത വിളവ് വരുന്നത് മൂലം അത് വിൽപ്പനയ്ക്ക് വലിയൊരു പ്രശ്നങ്ങൾ തന്നെ നേരിടുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെ നമ്മൾ ഫലപ്രദമായിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് നീക്കിവെക്കാമെന്നതിനെ പറ്റി ആലോചിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് സംവിധാനം മുഴുവൻ ഒരുക്കിയിരിക്കുന്നത് എ ഗ്രേഡ് ക്ലസ്റ്ററിന്റെ കീഴിലുള്ള ക്ലസ്റ്റർ മാർക്കറ്റുകളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, കഴിഞ്ഞ ഒരു വർഷം തന്നെ ഇല്ല, കഴിഞ്ഞ 8 മാസത്തിനിടയിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ 18 എ ഗ്രേഡ് ക്ലസ്റ്റർ മാർക്കറ്റ്സ് ഉണ്ടാകുകയും അതിന്റെ കീഴിലായിട്ട് 1,80,00,000 രൂപയുടെ പച്ചക്കറിയുടെ വിപണനം ഇവിടെ നടത്തുകയുണ്ടായി. ഇത് മൂലം കർഷകർക്ക് ഒരു ന്യായവില ലഭിക്കാനായിട്ട് വലിയൊരു കാരണമായി. ഇവിടെ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവസാനം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മറ്റ് ജില്ലകളിലേക്ക് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കർഷകർക്ക് ന്യായമായ ഒരു വില ഉറപ്പാക്കാനായിട്ട് സാധ്യമായത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പച്ചക്കറി ക്ലസ്റ്ററുകൾ ജില്ലയിലെ ഉൽപാദന വർധനയ്ക്ക് പ്രധാന നിമിത്തമായി. ആകെ 140 പച്ചക്കറി ക്ലസ്റ്ററുകളാണ് ജില്ലയിലുള്ളത്. മണ്ണ് പരിശോധന, സങ്കരവിത്ത്, ഫെർട്ടിഗേഷൻ തുടങ്ങിയ ഹൈടെക് സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തി പരമാവധി ഉൽപാദനം നേടാൻ ഈ ക്ലസ്റ്ററുകൾക്ക് കഴിഞ്ഞത് പച്ചക്കറികളുടെ ലഭ്യത കൂട്ടാൻ കാരണമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനം മൂലം സാധാരണ ജനങ്ങൾക്കിടയിൽ ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജൈവികമായ ഉൽപ്പന്നങ്ങൾ കഴിക്കാനുള്ള ഒരു പ്രവണത കൂടിയിരിക്കുകയാണ്. ആ പ്രവണതയും മാർക്കറ്റ് ഡിമാൻഡിന്റെ അനുസരിച്ച് കൂടുതൽ കർഷകർ ജൈവ കൃഷിയുമായിട്ട് മുന്നോട്ട് വരികയും സേഫ് ടു ഈറ്റ് കൺസെപ്റ്റിൽ ഒട്ടനവധി ഉൽപ്പാദനങ്ങൾ ഉണ്ടാകുകയും നമ്മളുടെ ജില്ലയിൽ കഴിഞ്ഞ വിഷുവിനും ഓണത്തിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ ഒരു 80% ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു.
ചില മേഖലകളിൽ നമുക്ക് ഉണ്ടായ ഉയർന്ന ഉൽപാദനം മൂലം ഒരു ഗ്ലട്ട് വന്ന സ്ഥിതിയിൽ നമ്മൾ ആ ഗ്ലട്ട് വന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റ് ജില്ലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കർഷകർക്ക് ഒരു ന്യായവില ഉറപ്പാക്കിയത്. ഈ ക്ലസ്റ്ററുകളിൽ പലതും നേരിട്ട് പച്ചക്കറി ചന്തകൾ നടത്തുന്നതിനാൽ കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വിപണന സൗകര്യം കിട്ടുന്നു. കഴിഞ്ഞ വർഷം ജില്ലയിൽ 16 ക്ലസ്റ്റർ മാർക്കറ്റുകളാണ് ആരംഭിച്ചത്. കൂടുതൽ ആളുകളെ വാണിജ്യ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരാനും ഇത്തരം പ്രാദേശിക വിപണന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനും വേണ്ടി കൃഷി വകുപ്പ് ആലപ്പുഴ ജില്ലയിലെ കൃഷി ഓഫീസർമാരെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് ബോധവൽക്കരണവും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു പോരുന്നു. നമ്മൾ ഇതിന്റെ ഉൽപാദനവും ഉയർന്ന സ്ഥിതിക്ക് നമ്മൾ മറ്റു മാർഗങ്ങളെ പറ്റി അന്വേഷിക്കുകയും പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി പഠിക്കുകയും അതുമൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മളിവിടെ നടപ്പിലാക്കി. അത് 6 വെള്ളരിയുടെ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെള്ളരി ഉൽപാദനം ഉണ്ടാകുന്നത് 3-ാം വിള സമയത്താണ്. ആ 3-ാം വിളയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ വിളയുന്ന വെള്ളരിക്ക് എല്ലാ വർഷവും ഒരു വില കിട്ടുക എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ വില കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റ് ജില്ലകളിലെ മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക മാത്രമല്ല, അവിടെ ഈ ഉണ്ടാകുന്ന വെള്ളരി മൂലമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ വേണ്ടി അത് പ്രോസസ്സിങ്ങിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് വെള്ളരിയിൽ നിന്ന് ജാം, ജെല്ലി, അച്ചാറുകൾ, സ്ക്വാഷുകൾ മുതലായ എല്ലാ തരം കാര്യങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് 6 പ്രോസസ്സിംഗ് യൂണിറ്റ് ചെങ്ങന്നൂരിൽ തുടങ്ങിയുണ്ടായി. ചില വിളകൾക്ക് അമിത ഉൽപാദനം മൂലം പെട്ടെന്ന് വില കുറയുന്നത് ഒഴിവാക്കാൻ പച്ചക്കറി സംസ്കരണ സംരംഭങ്ങളും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവാരമുള്ള നടീൽ വസ്തുക്കൾ പച്ചക്കറി കൃഷിയുടെ ഉൽപാദനക്ഷമത കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. പ്രോ ട്രേകളിൽ വിത്തുപാകി പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുന്ന പുതുരീതി മൂലം 2-3 കൃഷി നടത്താൻ കർഷകർക്ക് അവസരം കിട്ടുന്നു. വെള്ളപ്പൊക്കം മൂലവും മറ്റും സമയം നഷ്ടപ്പെട്ടവർക്ക് അത് പരിഹരിക്കാൻ 1 മാസം പ്രായമെത്തിയ ഇത്തരം തൈകൾ പ്രയോജനപ്പെടും. വൻകിട പച്ചക്കറി നഴ്സറിക്ക് പുറമെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള 10 പച്ചക്കറി നഴ്സറികളും ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. ചെങ്ങന്നൂർ, ചേർത്തല, കായംകുളം ബ്ലോക്കുകളിലാണ് പച്ചക്കറി കൃഷി ഏറ്റവും വ്യാപകമായുള്ളത്. ടൺ കണക്കിന് പയറും വെള്ളരിയും പാവലുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ചൊരിമണലിലെ പച്ചക്കറി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജൈവ കൃഷിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ഒട്ടനവധി കർഷകർ പുതുതായിട്ട് കൃഷിയിലേക്ക് വരികയും നമ്മൾ ഹൈബ്രിഡ് വിത്തിനങ്ങൾ, റെയിൻ ഷെൽട്ടർ, ഫെർട്ടിഗേഷൻ മുതലായ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചത് മൂലം ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും കൂടുതൽ ഏരിയയും ഉണ്ടായതുകൊണ്ട് ഒട്ടനവധി പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അതാണ് ചൊരിമണലിൽ നമുക്കൊരു നിശബ്ദ വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ആലപ്പുഴ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ മാതൃക നമ്മൾ കഞ്ഞിക്കുഴി പഞ്ചായത്തും ചേർത്തല സൗത്ത് പഞ്ചായത്ത് അടങ്ങുന്ന ചൊരിമണൽ പ്രദേശമാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ ഓണത്തിന് ചരിത്രത്തിലാദ്യമായിട്ട്, അവിടെ സാധാരണ കൃഷിയുള്ളത് 3-ാം വിളയ്ക്കാണ്, പക്ഷെ ചരിത്രത്തിലാദ്യമായിട്ട് 1-ാം വിളയ്ക്ക് 500 ഏക്കറിൽ പരം പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഓണത്തിന് വിപണിയിലിറക്കി നമ്മുടെ ഓണത്തിലെ വില മാർക്കറ്റ് പിടിച്ചു നിർത്താനായിട്ട് ഏറ്റവും സഹായകരമായ പ്രയത്നങ്ങളാണ് അവിടുത്തെ കർഷക ഗ്രൂപ്പുകളും കർഷകരും മാർക്കറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഗ്രോ സർവീസ് സെന്ററും എല്ലാവരുടെയും പ്രയത്ന ഫലം കൊണ്ട് ഇങ്ങനെ ഒരു വില പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു സംരംഭം സായുധമായിരിക്കുകയാണ്. ആലപ്പുഴയിലെ പച്ചക്കറി വിപ്ലവത്തിൽ ബാങ്കുകളും മാതൃകയാകുന്നു. വായ്പ കൊടുക്കലും പലിശ വാങ്ങലും മാത്രം പോരാ. പച്ചക്കറികൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയുടെ സേവനം വേണ്ടേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ മുറ്റത്തൊരുക്കിയ അഗ്രി ഡിസ്പെൻസറി. പച്ചക്കറികൾക്കും മറ്റു വിളകൾക്കുമുണ്ടാവുന്ന രോഗകീടബാധകൾ നിർണയിച്ച് ചികിത്സയും മരുന്നും നിശ്ചയിക്കുന്നതിനും ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. മുൻകാലങ്ങളിൽ കഞ്ഞിക്കുഴിയിലെ കാർഷിക മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച മുൻ കൃഷി ഓഫീസർ TS വിശ്വനാഥനാണ് ചീഫ് ശിഷ്യൻ. ഇവിടുത്തെ നടക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ കൃഷിക്കാർക്ക് ആവശ്യമായില്ല, കൃഷിയിടത്തിന് ആവശ്യമായ എല്ലാവിധ ഉൽപാദന ഉപാധികളും നൽകുന്നു. വിത്ത്, തൈകൾ, വളം, കീടനാശിനികൾ, അതുപോലുള്ള ഉൽപാദന ഉപാധികളെല്ലാം ആവശ്യാനുസരണം നൽകുന്നു യഥാസമയം. അതോടൊപ്പം തന്നെ
കൃഷിക്ക് ആവശ്യമായ ഉപദേശങ്ങളും നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉൽപ്പാദനോപാധികളും സബ്സിഡിയും കൊണ്ട് മാത്രം നമ്മുടെ കൃഷി വികസിക്കില്ല എന്ന് നമുക്കറിയാം. അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾക്ക് വളരെ വിലയുണ്ട്. പ്രദേശത്തെ തലമുതിർന്ന മറ്റ് കർഷകരും ഡോക്ടർമാരുടെ പാനലിലുണ്ട്. രോഗമുള്ള ചെടിയുടെ സാമ്പിൾ കൊണ്ടുവന്നാൽ രോഗം കണ്ടെത്തി ചികിത്സ വിധിക്കും. മരുന്നിന് മറ്റെവിടെയും പോകണ്ട. ബാങ്കിന്റെ മുന്നിലെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന കാർഷിക ഗ്രന്ഥങ്ങളാണ് മറ്റൊരു സേവനം. പുസ്തകങ്ങൾ ചില്ലുകൂട്ടിലല്ല ഇരിക്കേണ്ടത്, ആവശ്യക്കാരുടെ അരികിലാണെന്ന് ബാങ്ക് ഓർമ്മിപ്പിക്കുന്നു. ബാങ്കിൽ ഇടപാടുകൾക്കായി എത്തുന്ന കർഷകർക്ക് വായിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി പുതുതലമുറയ്ക്ക് താൽപര്യം സൈബർ വായനയാണോ എങ്കിൽ അതിനും ബാങ്ക് അവസരം നൽകുന്നു. വെജിറ്റബിൾ ഗാർഡൻ കഞ്ഞിക്കുഴി എന്ന വിലാസം ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ കാർഷിക ബ്ലോഗിലെത്താം. അതിൽ കാർഷിക ലേഖനങ്ങൾ വായിക്കാം, അനുഭവക്കുറിപ്പുകൾ എഴുതാം. ബ്ലോഗും പുസ്തകങ്ങളുമൊക്കെ വായിച്ച് കൃഷി ഇറക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതിനും ബാങ്ക് വഴി കണ്ടിട്ടുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുടെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ഇത്. കൃഷിക്ക് സ്ഥലവും പണവും മറ്റും സൗകര്യമുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിച്ചാൽ തോട്ടം നിർമ്മിച്ചു നൽകും. ജൈവ ഹരിത സമൃദ്ധി എന്നുള്ള പദ്ധതിയിൽ ഓരോ വാർഡിലും പച്ചക്കറി വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കി ഓരോ വീടുകളിലും എത്തിച്ചു. കഴിഞ്ഞ വർഷം വളരെ വിജയകരമായിട്ട് ആ പദ്ധതി നടപ്പിലാക്കി. ഈ വർഷവും ഗ്രൂപ്പുകളും വനിതാ ഗ്രൂപ്പുകളും കുടുംബശ്രീ യൂണിറ്റുകളും എല്ലാവരും കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങി വന്നു. മൊത്തത്തിൽ നമ്മുടെ ഒരു തരിശുരഹിത ഗ്രാമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ കൃഷി മിക്കവാറും എല്ലാവർക്കും തന്നെ വളരെ നാമാത്ര കൃഷിക്കാരാണ്. 10 സെന്റും അതിന് 50 സെന്റ് വരെ പരമാവധിയുള്ള കൃഷിക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് അവർ പരമാവധി കൃഷി ചെയ്യുന്നു. സ്ഥലം ഒട്ടുമില്ലാത്തവർക്ക് ഗ്രോ ബാഗുകളിൽ നിറച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആക്കം കൂട്ടുന്നതിനായിട്ട് ഒരു കൃഷിഭവനിൽ ഒരു കാർഷിക കർമ്മസേനയുണ്ട്. അപ്പോൾ ഒരു കൂട്ടം യുവജനങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ അവരുടെ പറമ്പ് ശരിയാക്കി കൊടുക്കണമെങ്കിൽ ഈ കർമ്മസേന അംഗങ്ങൾ അവിടെ പോയി പ്രവർത്തിച്ച് അവർക്കുള്ള പുരയിടം എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തികളും 8,000-ഓളം വരുന്ന ഓരോ കുടുംബവും ഈ പച്ചക്കറി കൃഷിയിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക കർമ്മസേനയും അഗ്രോ സർവീസ് സെന്ററും ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തികച്ചും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സേവന കേന്ദ്രം കായംകുളം ചാരിമൂട് ബ്ലോക്കിലെ 2015-2016 പച്ചക്കറി കൃഷി വികസന പദ്ധതിയിലെ ഗ്രോ ബാഗ് വിതരണം, സ്കൂൾ പച്ചക്കറിത്തോട്ട നിർമ്മാണം എന്നിവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ കൃഷിവകുപ്പ് നിർദ്ദേശിക്കുന്ന സ്കൂളുകളിൽ 10 സെന്റ് സ്ഥലത്ത് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് തയ്യാറാക്കി കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്കും അധ്യാപകർക്കും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചും പറഞ്ഞുകൊടുക്കുന്നു. കൃഷിക്കാവശ്യമായ കാർഷിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക, അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായ കാർഷിക പ്രവർത്തികൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ കൃഷിക്കാവശ്യമായ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുക, ഗ്രോ ബാഗ് നിർമ്മാണം, ഗ്രോ ബാഗ് നിറച്ച് അത് തൈകൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ നട്ട് കർഷകർക്ക് വിതരണം ചെയ്യുക, അതുപോലെ തന്നെ കൃഷിവകുപ്പ് നിർദ്ദേശിക്കുന്ന സ്കൂൾ തലത്തിലുള്ള പച്ചക്കറി കൃഷി തോട്ടങ്ങൾ നിർമ്മിക്കുക, ഗ്രാവലും അതുപോലെ തന്നെ കയർപ്പിത്ത് കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും സ്യൂഡോമോണാസും എല്ലുപൊടിയും പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റും വേപ്പിൻ പിണ്ണാക്കും ഇവയെല്ലാം കൂടി ഞങ്ങൾ മിക്സ് ചെയ്ത് ഞങ്ങളിവിടെ ഡംപ് ചെയ്ത് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് അടുത്ത ദിവസം തന്നെ ഞങ്ങളിവിടെ ഇതിൻ്റെ ഗ്രോ ബാഗ് നിറ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2015-16 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ മുതുകുളം ബ്ലോക്കിൻ്റെയും അതായത് കായംകുളം ബ്ലോക്കിൻ്റെയും ചാരുമൂട് ബ്ലോക്കിൻ്റെയും ഗ്രോ ബാഗിൻ്റെ വിതരണം ഞങ്ങളിവിടെ പൂർത്തീകരിക്കുന്നതായിരിക്കും. തുടർന്ന് കൃഷിക്കാവശ്യമായിട്ടുള്ള എല്ലാ സേവനവും ഞങ്ങൾ ഈ കാർഷിക സേവന കേന്ദ്രം വഴി ചെയ്തു കൊടുക്കുന്നതാണ്. ആലപ്പുഴയിലെ ഈ ജനകീയ പച്ചക്കറി വിപ്ലവം കേരളത്തിനല്ല, ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാണ്.
കാർഷിക മേഖലയിൽ ആലപ്പുഴയുടെ തനതു തന്ത്രങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് ഇവർ പറയുമ്പോൾ വിശ്വസിക്കാം. അനുഭവം അതാണ്.